ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ തന്നെയാണ്. ബീഫ് വരട്ടിയത്. നല്ല അടിപൊളി തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് ഒക്കെയാണ് കേട്ടോ വരട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു 3/4 കിലോ ബീഫാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചേക്കുന്നത്. പിന്നെ ഇത് നല്ല വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്തു കേട്ടോ. ബീഫിന് നല്ല വേവുള്ളതാണല്ലോ. അപ്പോൾ ബീഫ് ആദ്യമേ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മസാലയൊക്കെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മസാലകളാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു 10 ചെറിയ ഉള്ളിയുണ്ട്, 8 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഏകദേശം 1 ഇഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ എടുത്തേക്കുന്നത് ഒരു ബേ ലീഫ്, അത് ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, 2 ഇതള് ജാതിപത്രി, ഒരു കഷ്ണം കറുവപ്പട്ട, തക്കോലം പകുതി എടുത്തേക്കുന്നത്, ഒരു 6 ഗ്രാമ്പൂ, ഒരു ഇടികല്ലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ ചതഞ്ഞൊന്നും പോകണ്ട, എല്ലാം ഒന്ന് ക്രഷായാൽ മാത്രം മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ചതച്ച് കഴിഞ്ഞാൽ ഇത് ചതയത്തില്ല കേട്ടോ. മിക്സിയിലിട്ട് അരയ്ക്കാം, പക്ഷെ അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അരഞ്ഞങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കലയിട്ട് ചതയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇതിലേക്ക് ജീരകവും കുരുമുളകും. ജീരകം ചെറിയ ജീരകമാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ചതച്ചെടുത്തേക്കുന്നത്. ഇതേപോലെ ആയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ബീഫിലേക്ക് പരട്ടാം. കുക്കറിലേക്ക് മാറ്റണേണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടൊക്കെ ചേർക്കാം. പിന്നെ ഈ സ്പൈസസ് എല്ലാം ചേർക്കാം. മറ്റേ ബേ ലീഫും ജാതിപത്രി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതലും മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇടികല്ലിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എസൻസ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഒഴിക്കാം. എല്ലാ സാധനങ്ങൾ ചേർത്തതിന് ശേഷം ഇത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുക്കർ 2.5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഇപ്പോൾ ഇതിലകത്ത് ഇപ്പോൾ മുകളിൽ വരെ ഉണ്ട്. ഇതിപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഇതങ്ങോട്ട് താന്നങ്ങോട്ട് പോകും കേട്ടോ. നല്ലപോലെ എല്ലായിടത്തും ഒന്ന് പരട്ടി വെക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ട് പരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റവിലേക്ക് മാറ്റാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലേ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സവാളയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം സവാള വേണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 വലിയ സവാളയാണ്. സവാള എത്ര കൊടുക്കുന്നോ അത്രയും നല്ലതാട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഈ ഒരു നീളത്തിലാട്ടോ മുറിച്ചെടുത്തേക്കുന്നത്, കനം കുറച്ചിട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ബീഫ് വരട്ടുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കലുണ്ട്. ഇപ്പോൾ ചേർക്കാൻ പോണത് ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി കേട്ടോ. അപ്പോൾ ഇഞ്ചി ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണമുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ബീഫിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം കിടക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല, ചതയ്ക്കാനൊന്നും വരാമെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താൽ മതി. പിന്നെ ഇത് ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇടികല്ലിലോട്ട് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചതയ്ക്കുന്നത്. അപ്പോൾ ഇതിന് ചതയ്ക്കുമ്പോൾ ഒന്ന് കുറച്ച് നല്ലപോലെ ഒന്ന് ചതച്ചോളൂ കേട്ടോ. മറ്റേത് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ അത് ആ ഒരു രീതിയിൽ ചതഞ്ഞാൽ മതി. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒന്ന് ചതഞ്ഞിട്ടണം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ചതച്ചെടുത്തേക്കുന്നത്. ബീഫ് വേവിക്കാൻ വെച്ചിട്ടില്ലോ, പിന്നെ എന്തായി നോക്കാം. നോക്കട്ടെ വെന്തിട്ടുണ്ടോയെന്ന്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ഇതെങ്ങനെയാണ് വേവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു വിസിൽ വന്നു. വിസിൽ വന്നപ്പോഴത്തേക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടങ്ങ് കുറച്ചു വിട്ടാൽ ഏറ്റവും ലോ ആക്കി വെക്കുക. എന്നിട്ടൊരു 4 വിസിൽ വരെ വന്നു. 4 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫാക്കി പിന്നീട് ഫുൾ പ്രഷർ പോയതിന് ശേഷം കേട്ടോ ഇത് ഓപ്പൺ ആക്കിയത്. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളമൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും
സാവധാനേ വിസിൽ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ വേവിച്ചിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ റോസ്റ്റ് ചെയ്യുമല്ലേ, അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വേറെ സ്റ്റൗവിലോട്ട് മാറ്റി വെച്ചിട്ട് ഇത് വെള്ളം വറ്റിക്കണേ കേട്ടോ. ഇനി വേറൊരു സ്റ്റൗവിൽ നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബീഫിൽ ചേർക്കേണ്ട മസാല ഉണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇതൊരു നാടൻ കറിയല്ലേ, അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം. അതല്ലെങ്കിൽ പാം ഓയിലോ എന്താണെങ്കിലും ഒഴിക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ആദ്യം ബീഫിൽ നല്ല നെയ്യുള്ളതുകൊണ്ട്, അതുപോലെ ബീഫ് എടുക്കുമ്പോൾ നല്ല നെയ്യുള്ള ബീഫാട്ടോ നല്ലത്. അപ്പോൾ ബീഫിൻ്റെ അകത്ത് നെയ്യുള്ളതുകൊണ്ടും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഈ തേങ്ങ ഈ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ മൂത്തിട്ടുണ്ട്, അതുപോലെ ചിപ്സ് കണക്കായിട്ടോ. അപ്പോൾ ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് കോരി മാറ്റാം. തേങ്ങ മാത്രം എടുത്താൽ മതി, എണ്ണ എടുക്കണ്ട. അതുപോലെ ഈ തേങ്ങ ഇങ്ങനെ എണ്ണയിലൊക്കെ വറുക്കുമ്പോഴേ ആ ഒരു തേങ്ങ വറുത്തതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി, മറ്റേ സ്റ്റൗവിൽ ഞാൻ ബീഫിൻ്റെ അകത്ത് വെള്ളം ഒന്ന് വറ്റിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ സവാള മുഴുവനായിട്ട് ചേർക്കാം. ഫ്രൈ ഒക്കെ ആക്കുമ്പോൾ നമുക്ക് തവീനേക്കാളും നല്ലത് ചട്ടുകമാണ്. ഈ സവാള ഒന്ന് ഇതിൽ വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില, സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ബീഫിൻ്റെ അകത്തും ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞിടാൻ വേണ്ടിയിട്ടും കൂടി ആയിട്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ഇതുപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറയ്ക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗരം മസാലയിൽ പെരുംജീരകത്തിൻ്റെ ആ ഫ്ലേവർ നല്ലപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാലയ്ക്ക് പെരുംജീരകത്തിൻ്റെ മണം കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പെരുംജീരകം ഒന്ന് വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ എടുക്കുന്ന മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയൊക്കെ അളവ് കുറവായിരിക്കും. അപ്പം എരിവ് അധികം വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു ഇതൊക്കെ മതിയാകും. അതല്ല നല്ലപോലെ എരിവൊക്കെ വേണം എന്നുള്ളവർക്ക് വീണ്ടും മുളക് പൊടി കുരുമുളകൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബീഫ് ഇടാം. അപ്പോൾ ബീഫിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ, ഇതേപോലെ. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിനകത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിയിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് എത്രത്തോളം ഫ്രൈ ആകുന്നു അത്രയും നല്ലത് കേട്ടോ. അതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് സവാള ഒരു 3 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ സവാളയൊക്കെ കിടക്കുവാണെങ്കിൽ അത്ര നല്ല കേട്ടോ. അപ്പോൾ ഒരു 5 സവാളയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ സവാള ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ മമ്മി റോസ്റ്റ് ഉണ്ടാക്കുന്ന അങ്ങനെ കേട്ടോ, നല്ല ഒരുപാട് സവാള ചേർക്കും. ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഒരു പച്ചമുളക് ഇങ്ങനെ കീറിയത്, ആദ്യം വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങാക്കൊത്ത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് റോസ്റ്റ്. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യലായിരുന്നു, ബീഫ് വരട്ടിയത് കേട്ടോ. നല്ല തേങ്ങക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ബീഫ് വരട്ടിയതാണ്. ഒഴിച്ചറിയായിട്ട് മോരുകറിയാണ്, കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത മോരുകറി. ബീഫും മോരുകറിയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്